നിങ്ങള് വയലറ്റ് കാന്താരി കേട്ടിട്ടുണ്ട്? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ തുടക്കത്തിലെ ഒരു ചെറിയൊരു ചലഞ്ച് ചെയ്യുന്ന ഇത്തിരി ഫണ്ണി ആയിട്ട് തുടങ്ങാന്ന് വെച്ചു. അതായത് നമ്മൾ കുറെ നാളായി ചലഞ്ചുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ ഒരു ദിവസം നമ്മളൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു ചലഞ്ചിങ് തുടങ്ങാം. സംഭവം മറ്റൊന്നുമല്ല, ഈ സാധനം വെച്ചിട്ട് നമ്മുടെ ഈ ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു ബാരിയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ണടയ്ക്കും. ക്യാമറ നോക്കൂല. അപ്പം നമ്മൾ രണ്ടുപേരും കണ്ണടച്ചിട്ട് ഇത് ഞങ്ങളിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ വലിച്ച എക്സ്പ്രഷൻ ഉള്ള. അപ്പൊ അതായത് ഞാൻ ഇവിടെ ഇപ്പൊ ചുമ്മാ ഇങ്ങനെ നോക്കിന്നാലും എനിക്ക് ചിരി വരും. അവൾ എന്റെ ഫേസ് കാണുമ്പോൾ ചിരി വരും. കാരണം രണ്ടുപേരും കോമഡി പീസുകളായിട്ട് രണ്ടുപേർക്ക് ചിരി വരാറുണ്ട്. ഇവളിപ്പോ നല്ല പിണക്കമായിട്ടിരിക്കുവാണെങ്കിലും ഞാൻ ചിരിക്കാത്ത എന്തായാലും ചിരിക്കാത്തത് നോക്കിയത് ഇവള് ചിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ പിണക്കങ്ങളൊക്കെ അവിടെ തീരും. അതേപോലെ തന്നെ ഞാൻ തിരിച്ചു, എന്റെ അടുത്തും തിരിച്ചു അങ്ങനെയാണ് കേട്ടോ. അപ്പം നമുക്ക് തുടക്കത്തിൽ ഈ ചലഞ്ചിന്റെ ഒരു രസം, അതായത് സംഭവം എന്താന്ന് വെച്ചാല് എന്റെ കയ്യിലൊരു 1500 രൂപ ഉണ്ട്. അതായത് ഒരു 3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി നടത്തുന്നത് കേട്ടോ. അപ്പം ഓരോ പ്രാവശ്യം ആദ്യം ചിരിക്കുന്ന ആരാണോ അവർ തോറ്റു പോകും. എക്സ്പ്രഷൻ കാണിച്ചിട്ട് ഇപ്പൊ വലിച്ച എക്സ്പ്രഷൻ ആയിരിക്കുമല്ലോ. ഇപ്പൊ ചുമ്മാ നീ ചുമ്മാ നീ എക്സ്പ്രഷൻ ഒന്നും ഇരണ്ട കേട്ടോ. നീ ഇങ്ങനെ ഇരുന്നാ മതി, എനിക്ക് ചിരി വരും. അപ്പൊ ഇതിനകത്ത് അങ്ങനെയാണ് കേട്ടോ നമ്മള് വിജയനെ തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ നാൾ കൂട്ടിയിട്ടുള്ള ഒരു ചലഞ്ചാണ്. നിങ്ങൾക്ക് ചിരിക്കാനുള്ള ഭാഗം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ എക്സ്പ്രഷൻസ് നമുക്ക് കാണാം കേട്ടോ. എക്സ്പ്രഷൻസ് കാണാം. സൗണ്ട് ഇത്തിരി അടഞ്ഞിരിപ്പുണ്ട്. ഇപ്പോഴും അതൊന്നും റെഡി ആയിട്ടില്ല. അതാണ് പറയുന്ന അത്ര ക്ലാരിറ്റി വരാത്ത കേട്ടോ. അപ്പം ആമിച്ച് സ്കൂളിൽ പോയി ലെക്ചറർ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നു. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചലഞ്ചിൽ നമുക്ക് തുടങ്ങാം കേട്ടോ ഇന്നത്തെ ദിവസം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ. പൈസ എവിടെയെങ്കിലും വെക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, കണ്ണടച്ചിരിക്കണം അല്ലേ? അതിങ്ങനെ മാറ്റുമ്പോ എങ്ങനെ അറിയും? ഞാനിങ്ങനെ വന്ന് തട്ടുമ്പോ ഓക്കെ, ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് എക്സ്പ്രഷൻ അല്ലേ കേട്ടോ. ഒന്ന് പ്രിപ്പയർ ആയിക്കോട്ടെ കേട്ടോ. ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യാറോട് ചിരി. ഇല്ല, ഞാൻ പോകല്ല. ഓക്കെ അല്ലേ? ഇവള് തോറ്റു കേട്ടോ. ഇവള് തോറ്റു. എന്നാ ഒന്നുകൂടെ നമുക്ക് തുടങ്ങാം. കാരണം ഇതൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു വിട്ടേക്കുന്നു. നമുക്ക് ഒന്നേ തുടങ്ങാം കേട്ടോ. രണ്ടുപേരും ഒരേ എക്സ്പ്രഷൻസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കുന്ന ഈ സാധനം കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടാണ് കാണിക്കാറുള്ളത്. ഇത് കണ്ടിട്ട് ആമിച്ച് ഞങ്ങൾ അങ്ങനെ കാണിക്കുന്നുണ്ട്. ആമിച്ചിന് ഇപ്പൊ എന്നെ വന്ന് കാണിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഒന്നുകൂടെ തുടങ്ങാം. അതായിരിക്കും നല്ലത്. ഒരു ട്രയൽ ആയിട്ട് അത് കൂട്ടിയത് കേട്ടോ. എന്റെ പൈസ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ശരിയല്ല. നമുക്ക് എന്നെ കൊടുക്കാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എന്റെ പൈസയല്ല, എങ്ങനെ 2 പേരുടെ പൈസയാണ്. കടയിൽ നിന്ന് സേവിങ്സ് വേണ്ടി ഇന്ന് ഞാൻ പോയി എടുത്തിട്ട് വന്നാണ് കേട്ടോ. ഓക്കെ, എടുക്കട്ടെ? ഓക്കെ, അപ്പൊ റെഡി ആണ് കേട്ടോ. പറഞ്ഞിട്ട് താക്കോ കേട്ടോ. ഓക്കെ, ഓക്കെ ആണേ? ഞാൻ ഓക്കെ വെക്കട്ടെ. ഓക്കെ ആണോ? എന്താ ഞാൻ അറിയാതെ അങ്ങോട്ട് നോക്കി. ഓക്കെ ആണോ? ഈ പ്രാവശ്യം ഞാൻ 500 എടുക്കും കേട്ടോ. ഉള്ള കാര്യം പറയാം. ഓക്കെ, കണ്ണു ഉറക്കടി. എടി ഇവൾക്ക് കളി എന്നത് മനസ്സിലായില്ല. നീ എങ്ങനെ ചിരിക്കാതിരിക്കുന്നേ? എനിക്കതറിയണം. ഇത്ര ചിരിച്ചല്ലോ. അതൊക്കെ ഒരു ട്രിക്കാ, പറഞ്ഞു തരത്തില്ല. അതല്ല, നീ കണ്ണു ഉറക്ക്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഇവൾ ആദ്യം ചിരിച്ച. നീ ആദ്യം ഇല്ല, നീ ആദ്യം ഒച്ച വന്ന് ചിരി ആദ്യം ആക്കാവട്ടെ. ഇവക്കല്ലേ വന്നേ. അപ്പൊ 500 ആദ്യം എനിക്ക് കേട്ടോ. ഞാൻ എഴുതേ. ഞാൻ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത എക്സ്പ്രഷനെ നീ ആദ്യം ചിരിച്ചു. നിന്റെ ചിരി കണ്ടപ്പോഴാണ് എനിക്ക് നിങ്ങളെ
ഈ ചിരി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചിരി വന്നാ. അത് ആർക്കാണ് ചിരി വരും. ആ എക്സ്പ്രഷൻ ഇട്ടോണ്ടൊന്ന് ചിരിച്ചേ. ആ എക്സ്പ്രഷൻ ഇട്ടോണ്ടൊന്ന് ചിരിച്ചേ. ഓക്കെ, അപ്പൊ അടുത്ത എക്സ്പ്രഷനിലോട്ട് പോകാം കേട്ടോ. എന്താ അടുത്ത് അതിനകത്തോട് നോക്കാതെ തുടങ്ങാവേ. ഇവിടെ കള്ളക്കളി കേട്ടോ. ഇവിടെ എക്സ്പ്രഷൻ ഒന്നും വേണ്ട. ഇവിടെ ഉമ്മ പോടുന്നത് ചലഞ്ച് ആയിട്ട് എടുക്കുക. ഓക്കെ ആണോ? എനിക്കതിന് ചിരി വന്നായിരുന്നു കേട്ടോ. എനിക്ക് ചിരി വന്നായിരുന്നു. ഇങ്ങനെ പിന്നെ ഈ എക്സ്പ്രഷൻ മാത്രമല്ല, വേറെ എന്തെങ്കിലും എക്സ്പ്രഷൻ ഇട്. അപ്പൊ ലാസ്റ്റ് കേട്ടോ, ലാസ്റ്റ് അത് ചുമ്മാ ഇരുന്നോ മതി. അങ്ങനെ ഞാൻ ജയിച്ചിട്ടില്ല. ഞാൻ ഈ ചലഞ്ചിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിജയിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു. അമ്മ വന്നിട്ട് വയ്യതാ. എന്റെ അമ്മോ ചിരിച്ചിരിച്ച് ഇടപാട് തീർന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് കുറെ കാര്യങ്ങളുണ്ട്. ചിരിച്ചു മതി. ചുമ്മാ ഇരുന്ന് അങ്ങ് ചിരിച്ചോളൂ കേട്ടോ. കീ കൊടുത്ത് പാവയെ പോലെ ഇരുന്ന് ചിരിച്ചോളൂ. ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഇങ്ങനെ തന്നെയാണ്. കരയാൻ തുടങ്ങി അങ്ങ് കരയും, ചിരിക്കാൻ തുടങ്ങി അങ്ങ് ചിരിക്കും. അങ്ങനെ തന്നെ കേട്ടോ. അത് കണ്ടിന്യൂസ്ലി അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ 500 ടോപ്പ് മേടിക്കാനാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്നെന്താ ഒരു ചെറിയൊരു കുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. അതിനിപ്പുറം നമുക്ക് കടയിലൊക്കെ പോകണം. കുറെ കാര്യങ്ങളുണ്ട്. മുനിസിപ്പാലിറ്റി പോകണം. ലൈസൻസിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, പിന്നെ ഫുഡിന്റെ, അതായത് കടയിലോട്ട് നമ്മൾ ഫുഡ് വെക്കാൻ വേണ്ടി പോവാണ്. കുഞ്ഞുങ്ങളുടെ ഫുഡ് എന്ന് വെച്ചാല് കുഞ്ഞുങ്ങളുടെ ബേബി ഫുഡ് ഇനിയെല്ലാം നാനും അങ്ങനെയുള്ള എല്ലാം സെർലാക്ക് അങ്ങനെയുള്ള ഐറ്റംസ്, നാൻ പ്രോ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യാൻ പോകും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പൊ 3 വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങളുള്ളവര് എന്ത് ഫുഡാണ് പുറത്തുനിന്ന് മേടിച്ചത്. നമ്മളിപ്പോ ലച്ചുവിനാണെങ്കിൽ നാൻ പ്രോ ആണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 വരെ ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നാളായിട്ടും കുഞ്ഞിന് അത് മാത്രമാണ് കൊടുക്കുന്നത് സത്യം പറഞ്ഞ. കാരണം പാല് കുടിക്കുന്ന ആളാണ്. അപ്പൊ അവക്ക് ചോറ് കൊടുക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന അവളെന്താ. അപ്പം 800 രൂപ, 800 അപ്പം 2 ദിവസം കൂടുമ്പോഴത്തേക്കും അവക്ക് ഏകദേശം, കാരണം ഈ വീട്ടിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വ്യക്തി അവളാണ് കേട്ടോ. കാരണം അതിന് ഒരു ഇതുണ്ട്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റും ഉള്ള സാധനമാണ് നാൻ പ്രോ. അപ്പൊ നമ്മൾ എന്തായാലും നാൻ പ്രോ വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം. കാരണം നമുക്ക് എങ്ങനെയൊക്കെ ക്വാണ്ടിറ്റീസ് ഒക്കെ ആഡ് ചെയ്യണം. അല്ലാതെ കൊടുക്കുന്നത് ഈ ഒരു ഏജില് നാൻ പ്രോ സെർലാക്ക് പോലെ ഏത് ബ്രാൻഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതെ അതെ, നമ്മൾ എല്ലാ ഫുഡും കൊടുക്കുന്നത്. ഇപ്പൊ 6 മാസം കഴിഞ്ഞ് എല്ലാവരും കുറുക്കും ബാക്കി സാധനങ്ങളെല്ലാം കൊടുത്തിരുന്നത് തന്നെ ചെയ്യാറുണ്ട്. കൂടുതലും ലച്ചു കഴിക്കുന്ന ചോറും ക്യാരറ്റും ഒക്കെയാണ് കൂടുതലും കഴിക്കുന്നത്. പിന്നെ ബാക്കി നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരം കഴിച്ചോളൂ. അപ്പൊ നമുക്ക് കടയിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ ഐറ്റംസ് ഇങ്ങനെ വെക്കണമെന്നൊരു കൺഫ്യൂഷൻ മനസ്സിലായി. നമ്മളിപ്പോ നാനാണ് കൊടുക്കുക, അതെന്തായാലും വെക്കും. അപ്പം കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും സിംലാക്ക് അങ്ങനെ ഏതൊക്കെയാണെന്ന് കൊടുക്കുന്നതെന്ന് കമന്റ് ചെയ്യണേ. അതൊരു വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ചിരിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്നേഹിക്കുന്നവർ എന്തായാലും ചിരിച്ചിട്ടുണ്ടാവും. കാരണം നല്ല ഫണ്ടിയാണ്, നമുക്ക് തന്നെ ശരി അടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോയിട്ട് ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക. നേരെ വീഡിയോ കേട്ടോ. യെസ്, മസാല ദോശ മസാല ദോശ മസാല ദോശ. നിങ്ങള് വയലറ്റ് കാന്താരി കേട്ടിട്ടുണ്ട്? വയലറ്റ് കാന്താരി കണ്ടിട്ടില്ലാത്തവർ ഇതാ കണ്ടോളൂ. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
അതല്ല നിങ്ങൾക്ക് എന്തുവാ തോന്നുന്നത്? അതല്ലടോ, ഇവിടം വരെ ഇവിടുന്ന് തുടങ്ങണമായിരുന്നു. ഞാൻ നീട്ടി അങ്ങ് വിടുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലേ, നീട്ടി അങ്ങ് വിട്ടു. അത് പിന്നെ കൊറേ ദിവസം കഴിഞ്ഞിട്ട് ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. നോക്കൂ. അയ്യോ, ഇങ്ങനെ കണ്ടത് രസം തോന്നി. നേരിട്ട് കാണുമ്പോ എന്തോ ഒരു ഭംഗി തോന്നുന്നു. നല്ല രസമുണ്ട് സത്യമായിട്ട്. ആ സൂര്യനൊക്കെ നോക്കി എന്തുവാന്ന് നോക്കി. നമ്മൾ രാവിലെ ഉദിച്ചു വന്ന സൂര്യനേക്കാൾ ഭംഗിയുണ്ട്. രസം. ആ പുറയിലത്തെ കാടൊക്കെ ക്രിസ്മസ് ട്രീ അല്ലേ, എന്ത് രസം. നല്ല രസമാണ്, നല്ല സത്യമായിട്ട് രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. കണ്ടോ അതൊരു ക്ലോസ് കാണിച്ചു കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. എന്താണ് നല്ലതാണോ? സത്യമായിട്ട് നല്ല. ഇങ്ങനൊക്കെ ചെയ്തോ, സൂപ്പറാ. ലച്ചുട്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇതെവിടെ വെക്കുക? ഇത് അവിടെ കൊണ്ട് വെച്ചേക്ക്. പഞ്ചാരമ്മയായിരുന്നോ? ഒന്നുകൂടെ ലഭ്യം കൊടുത്ത അമ്മച്ചൊരു സുന്ദരി മറിയാമ്മ ആരാ? നാനാണ് എൻ്റെ കയറി കിടക്കോ, കയറി എൻ്റെ തോട്ട് കയറി കിടക്കോ. അന്നൊക്കെ മാക്കിരിപ്പേന്ന് ഇല്ല. ഇവിടെ എന്തോ വലിയ പരിപാടിയാണ് കേട്ടോ. രാത്രി 11 മണിയായി കേട്ടോ. ഞങ്ങളുടെ ഇങ്ങനത്തെ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ രാത്രിയിലാണ് കേട്ടോ. കാരണം കടയിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ രാത്രിയിലാണ് പരീക്ഷിക്കാറുള്ളത്. എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ തന്നെ നമുക്ക് 24 hours ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം ടെസ്റ്റ് ചെയ്യണമല്ലോ നമ്മൾ. അതെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ഐറ്റം നമ്മൾ എപ്പോഴും പുറത്തു നിൽക്കുമ്പോൾ മേടിച്ച് കഴിക്കുന്നതിൽ ചില ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് തൃപ്തിയല്ലേ. പക്ഷെ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നു, ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. എന്തോ അവനിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് എന്തോ അത് മനസ്സിലായിട്ടില്ല. പാവലോവ എന്തുവാണോ ഞാൻ ചോദിച്ചു പാവയ്ക്ക വെച്ചിട്ടുള്ള വല്ല ഐറ്റം ആണോ ഞാൻ എന്താണ് ചോദിച്ചു കേട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ. എന്താന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാല്. കേട്ടിട്ടുമില്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് കുറച്ചധികം നാളായിട്ട് ഈ പേര് ഇങ്ങനെ ഭയങ്കര ഫെമിലിയർ ആയിട്ട് നിന്ന് അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തത്. ഞാൻ ഒരു ദിവസം ഒരു ചേച്ചിയുടെ ബേക്കിംഗ് വീഡിയോ ഒക്കെ എത്തി ഇങ്ങനെ ചാനലിൽ ഇടുന്ന ചേച്ചി ചാനലിനകത്ത് കണ്ടേ. ശില്പയ്ക്ക് ഡാൻസർ ഇല്ലേ, ഫിലിമിലൊക്കെ അഭിനയിച്ച ചേച്ചി, അങ്ങനെ പേര് പറഞ്ഞാൽ അറിയത്തില്ല. അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഞാൻ ഓർത്തത് അത്രയ്ക്ക് സ്പെഷ്യൽ ഒരു സാധനം. അങ്ങനെ അന്ന് സെർച്ച് ചെയ്ത് എല്ലാവരുടെയും വീഡിയോ ഇരുന്ന് കണ്ടേ. ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ മുട്ടയുടെ എഗ്ഗോക്കും വൈറ്റും കൂടെ, ഇത് എഗ്ഗോക്കും വൈറ്റും കൂടെ, വൈറ്റും എല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ഇച്ചിരി ടഫാണ്, എനിക്ക് പേടിയാ. എല്ലാം ഒരു തുള്ളി പോലെ വീഴാൻ പാടില്ല. അതൊരു സ്പൂൺ എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഇട്ടാ മതി. ഇത് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്, ഫുള്ളും തീർന്നിട്ടുണ്ട്. എല്ലാം കുറച്ചു നേരം പിടിച്ചാൽ ഇച്ചിരിയും കൂടെ ഇങ്ങനെ വരും. കുറച്ചു നേരം താത്ത വെച്ച് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ വരും. അവസാനം എല്ലാം വീഴും. ഓക്കെ, നമുക്ക് പിന്നെ ബുൾസ് അടിക്കാം. മറ്റേ അന്ന് നമ്മള് മേടിച്ച സാധനമാണ് കേട്ടോ. ഇവിടെ കൊണ്ട് നോക്കിട്ടോ. എന്തായിരുന്നു കടയുടെ പേര്? എന്താണ് എന്റെ പേര്? മിനിസോ. പെട്ടെന്ന് നമ്മള് വിട്ടുപോകാ. മിനിസോയിന് മേടിച്ച ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. നമ്മളെപ്പോഴും കൈയൊക്കെ കഴിയിട്ട് വരുമ്പോഴത്തേക്കും അമ്മ കൂടെ വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇവിടെ വെള്ളം ഒഴിക്കാതെ ഇരിക്കണം. അപ്പോൾ കാരണം അമ്മ ഒന്നുകൂടെ നടക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒന്നാമത് ഒരു കാലിന് ബലമില്ലാത്തതുകൊണ്ട് ആ ഒരു രീതിയിലേ നടക്കുകയുള്ളൂ. അപ്പം നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഈ സാധനമൊക്കെ അവിടെ ഇവിടെ എല്ലായിടത്തും തൂക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. പിന്നെ കൈ എഴുതുന്നിടത്ത് ഇത് ഞാനിപ്പോ അല്ലാതെ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പം അതിന് കറിയൊന്നും ആവാത്ത രീതിയിൽ. അതെ അതെ, നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ ഫാൻ ഇടാതെയാണ്, നോയ്സ് ഉള്ളതുകൊണ്ട് ഫാൻ ഇടാം. പിന്നെ ഇത് ഇവളെന്തോ പൊടിയുടെ പരിപാടിയൊക്കെയാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇല്ല എന്നാ ഫാൻ ഇട്ടോട്ടെ, കുഴപ്പമില്ല. ഇല്ല, വോയിസ് ഒന്നും പിടിക്കത്തില്ല. ചെയ്തു എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാം കേട്ടോ. ഓ, എന്തോരം ആശ്വാസം അല്ലേ. സംസാരിക്കാൻ പറ്റില്ല.
ബീറ്റ് ചെയ്ത് നല്ല എന്ത് പൊരി പൊരിന്ന് എടുത്തത് ഞാനത് പ്ലഫി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് 1 കപ്പ് പഞ്ചസാരയാണോ? 1 കപ്പല്ല, അര കപ്പ് പഞ്ചസാര കേട്ടോ. കുറച്ച് ഞാൻ ഇതിപ്പോ പൗഡർ ഷുഗർ അല്ലേ ഇപ്പൊ കൊണ്ടാക്കാൻ മാത്രം അറിയത്തുള്ളൂ, പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് അളവ് ടീസ്പൂൺ ചിലവർക്ക് ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞു നല്ല ഊള ബേക്കറാണ് കേട്ടോ. കാരണം ടീസ്പൂൺ ഏതാ ഇപ്പൊ ഒരു സ്പൂൺ പോയിട്ടുണ്ട് ഇവക്ക്. അപ്പം അരയുടെയാണ് പോയേക്കുന്നത്. അവ കാലിന്റെ 2 എണ്ണം ഇട്ടാ മതി എന്നുള്ള അറിയത്തില്ല. പിന്നെ 3/4 ഇടണമെങ്കില് 3 കാലിട്ടാ മതി എന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങള്. പക്ഷെ ഇപ്പൊ അറിയാം കേട്ടോ, അല്ലേ? നമുക്ക് ഇത് നമുക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ കാണുമല്ലോ. ഞാൻ ഇടത്തും വലതും ശീലിച്ചുകൊണ്ട് ലെഫ്റ്റും റൈറ്റും പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോയി. പെട്ടെന്ന് അങ്ങ് കൺഫ്യൂഷൻ ആവും വണ്ടി ഓടിക്കുമ്പോൾ. അതിന് നമ്മൾ കളിയാക്കുന്ന കേട്ടോ. കൊറേ പ്രാവശ്യമായിട്ടിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. ഒറ്റ പ്രാവശ്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പൊങ്ങിയതെല്ലാം പെട്ടെന്ന് താങ്ങാൻ വേണ്ടി ഒത്തിരി ടൈം എടുത്ത് ഹീറ്റ് ആവുള്ളൂ പെട്ടെന്ന്. ഇതാണ് കേട്ടോ അതിന്റെ പരിവം. ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ നിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഞാൻ അവിടുന്ന് പൊക്കിയെടുത്തതും അങ്ങനെയാണ് നിക്കുന്നുണ്ടോ? ഐസൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ ഫ്രീസ് ആയിട്ട്. അര ടീസ്പൂൺ അത് ഏത് ടീസ്പൂൺ ആണെന്ന് അറിയത്തില്ല. ഉണ്ട്. 1 ടീസ്പൂണ് നാരങ്ങാനീര് ചേർക്കണം. പിന്നെ 1 ടീസ്പൂണ് 1 ടീസ്പൂൺ നാരങ്ങാനീരും 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടിയിട്ടുണ്ടോ? ഇത് നോക്ക്. ഇത്ര മതി. ഇതാരാ എന്റെ ഉമ്മിടുമ്പോ ഒന്നാവൂല്ലോ. ഒന്നായിണ്ടേ. അത്രയൊക്കെ മതിയോ? പിന്നെ ഈ കോൺഫ്ലവറും കൂടെ നാരങ്ങാനീരായിട്ട് വന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്ട് കുഞ്ചൂസ് താണ്ടെ നമ്മുടെ ഇത് ഞാൻ ഗ്രില്ല് ചെയ്യുന്ന പാത്രമാണ് കേട്ടോ. പിസ്സ. ഇത് കേക്കല്ല, പിസ്സ. നീ പോഴെ അവിടുന്ന് ഉപ്പിടാതിരിക്കുന്നത് നിന്നെ കാണിക്കത്തില്ലേ? ഉമ്മ സോപ്പിടുവാണ്. ഉമ്മ ഞാൻ സോപ്പിടാൻ വന്നേക്കും കരുതി. ഞാൻ വേണ്ടി ഇതിന്റെ അടിയിൽ ഈ ഓയിൽ പേപ്പർ ആണ് കേട്ടോ വെച്ചേക്കുന്നത്. ഓയിൽ പേപ്പർ ഇവിടെ ഇങ്ങനെ നേരെ ഇരിക്കത്തില്ലല്ലോ, അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ചെടുത്ത് അടിയിൽ തേച്ചിട്ട് അത് വെച്ചിട്ട് വെച്ചു കേട്ടോ. ഇതൊരു റൗണ്ട് ഇതിലാക്കണം. ഒറ്റ അടി വേണോ? അടി വേണോ? എല്ലായിടത്തും ഇതിനകത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. നീ ഉണ്ടോ? സ്പൂണ് വെച്ച് തോണ്ടുന്നുണ്ട്. എന്തിനാ സ്പൂണ് വെച്ച് തോണ്ടുന്നത്? എനിക്ക് എന്താ കൊച്ചിന് ഞാനൊരു ഡിസൈൻ കൊടുത്തല്ലേ ഇത്. റോസാപ്പൂ ആക്കി കേട്ടോ. നോക്കിയാ അല്ല, സത്യമായിട്ടും നോക്ക്. നീ ഇവിടെ വന്നു. ശരിയാ, കറക്റ്റ് രസം. ഇതെന്താ ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് ഓവനിൽ വെച്ചിട്ട് 150 ഡിഗ്രിയിൽ 1 അവർ ബേക്ക് ചെയ്യണം കേട്ടോ. അതായത് ഫുള്ള് ബ്രൗൺ ആയി പോവല്ലേ, വൈറ്റ് ആയി പോകണം. നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതാ ചേച്ചി പറഞ്ഞു തന്നെ അതേപോലെ ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ പറഞ്ഞു.
അപ്പം അത് അതേപോലെ തന്നെ ചെയ്യണം. അപ്പം നമുക്ക് അങ്ങനെ ബ്രൗൺ ആയിട്ട് കിട്ടുമോ ഇല്ലെന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ചേച്ചി വിശ്വസിച്ച് നമുക്ക് ചെയ്യാം. എടുത്തോ. നമ്മുടെ ഓവൻ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് ഇതില്ല എല്ലാം കൂടെ ഉള്ള OTG ഓവൻ അല്ലേ, മറ്റേ OTG അല്ലല്ലോ, മറ്റേ എല്ലാം ഓവന്റെ പേര് പറയും, മറ്റേ OTG കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത്. അതിനകത്താണ് അത്ര ഹീറ്റ് വരത്തില്ല, കറക്റ്റ് ടെമ്പറേച്ചർ. അതുകൊണ്ട് നമ്മുടെ എല്ലാം റെഡി ആവത്തെ. ഇതിനകത്ത് ഭയങ്കര ഹീറ്റ് വരുന്ന, ഭയങ്കരമായിട്ട് ഹീറ്റ് ഇതാവും. ടെമ്പറേച്ചർ പറഞ്ഞേക്കുന്നതുകൊണ്ട് കറക്റ്റ് ടെമ്പറേച്ചറേ വരത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു ആശ്വസിക്കാം. കൊടുത്തോ ഒന്നെങ്കിൽ. ഇനിയിപ്പോ നമുക്ക് നാളെ രാവിലെ ഇത് ഉണ്ടായിട്ടേ കാണത്തുള്ളൂ കേട്ടോ. കാരണം ഉറക്കാൻ പോണേ. ഞാൻ ചുമരുന്ന് ഒഴിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നു. അപ്പൊ നാളെ കാണാം കേട്ടോ. ഈ വർഷത്തെ എത്രാമത്തെ ഹാപ്പി ബർത്ത്ഡേയാ? 10ാമത്തെയോ മോനെ? ചേച്ചിയുടെ ബർത്ത്ഡേ ആന്ന്. ചേച്ചിയുടെ 10ാമത്തെ ഹാപ്പി ബർത്ത്ഡേയാ. ഓരോ തവണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചേച്ചിക്ക് ബർത്ത്ഡേ കേട്ടോ. കേക്കല്ല, ഇന്ന് ആ എന്തുവാരടി, പാവലക്കോ എന്തായത്, പാവലാസ്, പാവലോവ. ആ പാവലോവ ഉണ്ടാക്കുമ്പോൾ അവള് കേക്കാണ്ടും പറഞ്ഞിട്ടായിരിക്കുന്നത് കേട്ടോ. പാവലോവ തിന്നാൻ വേണ്ടി റെഡിയാവുക കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ വെച്ചിട്ട് പോയതാണേ. അയ്യാ, ചേച്ചിയുടെ ബർത്ത്ഡേയുടെ തിന്നാൻ കേക്ക് തിന്നാൻ പോവാണോ? ആഹാ, ഒരു കട്ടിയുള്ള സാധനം അല്ലേടി. ഉള്ളിൽ ഭയങ്കര മാഷ്മെല്ലോ ഒഴിക്കും, പുറത്ത് ഇങ്ങനെ കട്ടിയുള്ള. ഈ ക്രാക്സ് ഒക്കെ വീഴുന്ന സ്വാഭാവികം, അത് അങ്ങനത്തെ വേറൊരു. അപ്പൊ ഇതാണ് പാവ്ലോവ്. സ്ട്രോബെറി ഉണ്ട്, അതേപോലെ ഇതെന്തുവാ പിയർ അല്ലേ? സ്ട്രോബെറി പിയറും കേട്ടോ, ഫ്രൂട്ട്സ് ആയിട്ട് തരുന്നത്. ആപ്പിളാണോ? ആ ശരി, ആപ്പിളാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ബീറ്റ് ചെയ്ത് വെച്ച കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ട് കേട്ടോ. വേണ്ടേ? വിപ്പിംഗ് ക്രീം എന്തേലും എടുത്തേ? ഞാനൊരു അരയൊന്നും എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഫുള്ള് അരയില്ല, അറിയത്തില്ല, കണക്കറിയത്തില്ല കേട്ടോ. എനിക്ക് വേണ്ടത്ര ആവശ്യത്തിന് ഓ ഇതാണ്ട് ഇതിനകം ഇങ്ങനെ ആയില്ലേടി. ഞാനൊരു ഷേപ്പിലല്ലേ വെച്ച്, ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടി കുഴിച്ചുണ്ട് ആത്ത് കൊടുത്തിരുന്നെങ്കിൽ എന്തായാലും ഇത് പൊങ്ങി വരും. ഞാൻ മേളിൽ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് ആ സൈഡ് മേളിൽ ഇങ്ങനെ പൊന്തിയിരുന്നു. നോക്കി രണ്ടിന്റെ നിപ്പ്. ആണോ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 100 വയസ്സായില്ലേ ചേച്ചിക്ക്? തരണ്ട്, എനിക്ക് തരുന്നുണ്ട് കേട്ടോ. സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര കൊഞ്ചലായിട്ടോ. ഞാനത് എന്നോട് ഇറങ്ങി വന്നേ ചോദിക്കാം, പാർക്കിൽ പോകണ്ടേത്. ഞാൻ പറഞ്ഞു പാർക്കിലോട്ടൊന്നും ഇല്ലെന്നാണ്. അപ്പോഴത്തേക്ക് മുഖം മാറി കേട്ടോ. നീ എന്തിനാണ് ഈ ജീവിച്ചോണ്ടിരിക്കുന്നത്? ആണോ? കാക്കേ മോനെ അയ്യോ ആകെ പറ്റിച്ചോ. ലെത്തൂട്ടി ആര് മേടിക്കുവേ? അറ്റത്ത് വന്ന് നിക്കുവാ, ഞാൻ കയ്യാതാ പഠിച്ചിരുന്നത്. ആ എങ്ങനെയുണ്ട്? ആരാ വിപ്പിംഗ് ക്രീം അടിച്ചോണ്ട് പോകുന്നത്? ആണോ? അമ്മ ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്നുണ്ട്. മക്കളെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം മക്കളെ. അമ്മ ഉണ്ടായിരിക്കാം അമ്മ. ഞങ്ങൾ കൊതി വന്നിട്ട് വൈകി അമ്മ. ഞങ്ങൾ ലച്ചോ ഇങ്ങനെ വെള്ളം ഇറക്കുന്നേ. ഞാൻ വെള്ളം പിടിച്ചു വെച്ചേക്കുമായിരുന്നു, അതുകൂടെ ഇറക്കി വേണ്ട കൂട്ടത്തില്ലേ. ഇങ്ങനെ അത് തെന്നി വീഴുമ്പോ ആട്ടോ, തെന്നി പോന്നു. പിടിക്കാം, നല്ല രസമുണ്ട് കേട്ടോ.
ഇനി കഴിച്ചു നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. കുറെ ഫ്രൂട്ട്സ് എന്തായാലും എന്തോരം ഉണ്ട് എല്ലാ ഫ്രൂട്ട്സ് ഇടുമ്പം. എന്നിട്ട് ഇത് ഇനി എങ്ങനെ തിന്നുന്നേ? സ്പൂൺ വെച്ച് ഞാൻ വേറെ സ്പൂൺ മോനെ പിടിക്കല്ലേ. നീ ആൾ കൊള്ളാലോടി. നീ അങ്ങ് പറഞ്ഞു കൊടുക്കുവാനോടി കൊത്തിന്റെ കാര്യം. ഓ ഇങ്ങനെ ആവൂല്ലേ? അത് മുട്ടയും പഞ്ചസാരയും മാത്രം ഇങ്ങനെ ഇരിക്കുന്നോ? ആ എനിക്കായിട്ട് വൈറ്റ് താങ്ക് യു സോ മച്ച്. അടിപൊളി കേട്ടോ. എല്ലാവരും പറഞ്ഞു ഭയങ്കര അടിപൊളിയാ. ഓ പൊള്ളി സാധനം കേട്ടോ. കടിച്ചു തിന്നണേ. ഉള്ളിലോട്ടൊക്കെ കടിക്കണം. എങ്ങനെയുണ്ട്? കടിച്ചെടുക്ക്. കൊള്ളാന്ന് അമ്മേച്ചി തേട്ടെ. ആ പുരാരി അമ്മേനെയും കൂടി ഇങ്ങ് വിളിച്ചോണ്ട് വന്നേ. അങ്ങനെ ഇറ്റാമ്മയ്ക്ക് പോകുമ്പോൾ വായി വെക്കാൻ പറ്റൂല. കുഞ്ഞു വായുണ്ട്. നീ തിന്നെ നോക്കട്ടെ നിന്റെ എക്സ്പ്രഷൻ. ലിച്ചുമോനെ എങ്ങനെയുണ്ട്? കൊള്ളാം. നീ തിന്ന് കാണിക്ക. ഉണ്ടാക്കിയ ആളൊന്ന് കഴിച്ചോട്ടെ. കുവയാരിയമ്മയ്ക്ക് അവിടെ കൊടുക്കാം മോനെ. അവിടെ കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാവോ? എനിക്ക് അറിയാതെ എടുത്ത് കഴിക്കുവാനോ വഴി? ഉള്ള പുറംപാവം ഇങ്ങനെ ഇതുപോലെ ആവും. ഒരു ചെറിയ കട്ട് ചെയ്യാൻ കട്ടായിട്ടൊക്കെ വരും. ഉള്ളിങ്ങനെ മാഷ്മേലോ പോലെ ഇരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ട്. ക്രീമോട് വീഴുമ്പോ ഇത്രയോട് സോഫ്റ്റ് ആവും. കടിച്ചു അത് ആമിച്ചൻ തിന്നോ? അത് ആമിച്ചൻ കടിച്ചു. അവിടെ കയ്യിൽ അപ്പൊ ഇനി ഞങ്ങൾ തിന്നട്ടെ കേട്ടോ. ഭയങ്കര പുളിയുള്ള ടൈപ്പ് ഫ്രൂട്ട്സ് ഒക്കെ എല്ലാം കൂടെ എടുക്കുവാണെങ്കിൽ ഈ മധുരമായിട്ട് ബാലൻസ് ചെയ്ത് പോകും. ഇപ്പൊ സ്ട്രോബെറി മാത്രം എടുത്തുകൊണ്ട് പുളിയുള്ള നമുക്ക് ബാലൻസ് ചെയ്ത് പോകുന്നത്. ശരിക്കും ഈ സംഭവമില്ല ചെയ്ത് ഈ ബേസ് നല്ല മധുരമുള്ള, പിന്നെ ക്രീം കൂടെ വരുമ്പോൾ മധുരം വരുമല്ലോ. അപ്പൊ ഇപ്പോഴും കിവി ഭയങ്കര പുളിയുള്ള ടൈപ്പ്, പിന്നെ മാങ്ങയാണെങ്കിലും ഇച്ചിരി പുളിയുള്ള ടൈപ്പ് ആണെങ്കിൽ നല്ല അടിപൊളി വരും. എന്ത് ഫ്രൂട്ട്സ് ഇടാം കേട്ടോ. കൊള്ളാം കേട്ടോ, അടിപൊളി. താങ്ക് യു. നമുക്ക് എനിക്ക് അറിയാത്ത ഒരു സാധനം ഉണ്ടാക്കി തന്നെ നമ്മക്ക് പാത്രത്തിൽ കൊടുക്കാം. ലച്ചുമോൾക്ക് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് കാണുക ലച്ചുമോൾ ഇങ്ങനെ കഴിക്കുന്നത്. ലച്ചുമോൾ ഇങ്ങനെ കഴിക്കുന്നത് ആദ്യമായിട്ടാ. സ്ട്രോബെറി എടുത്ത് തിന്നെ. ഓ ചേച്ചി പെണ്ണാ കൊടുക്കുന്നത്. ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഇങ്ങോട്ട് അമ്മയെ കാണിച്ച്
സൂപ്പറാണോ? സൂപ്പർ. സൂപ്പറാ? ഇനിയിപ്പോ കളിയിലോട്ട് മാറും. ആ മതിയേ മതിയേ അങ്കം മതിയേ. എനിക്ക് വേണ്ട. മോൻ കാണിച്ചു തന്നു. കൊള്ളാവോന്നൊന്ന് കാണിച്ചു. സ്ട്രോബറി കൂട്ടി തിന്നെ. പിന്നെ സ്ട്രോബറി കൂട്ടി അച്ഛൻ സ്പൂണി എടുത്ത് തരട്ടെ. എന്നാ തിന്നെ. നോക്കടി തരുമോ? നോക്കടി ഏറെ